ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ക്രിസ്തുമസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസവും നമ്മുടേതായ പരിത്യാഗ പ്രവൃത്തികളിലൂടെയും പ്രത്യേക സുഹൃത്ത് ജപങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയൊക്കെ നമ്മൾ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലും ലേഖനത്തിലും ഈശോ നമ്മളോട് പറയുന്ന പ്രത്യേക ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും ഓരോ ചടങ്ങിനും ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് നമ്മുടെ വസ്ത്രമാണ്. കാരണം എന്ത് വസ്ത്രം ധരിക്കണമെന്ന് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് ആ ചടങ്ങിന് പോകുന്നത്. ആ ചടങ്ങിന് അനുയോജ്യമായ വസ്ത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. കാരണം നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മുടെ വ്യക്തിത്വത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല ദേശങ്ങളുണ്ട്, പല മതക്കാരുണ്ട്. ഓരോ മതത്തിനും ഓരോ സംസ്കാരത്തിനനുസരിച്ച് പലതരം വസ്ത്രരീതികളുണ്ട്. ഈ വസ്ത്രരീതികളൊക്കെ അവരെ ആ സമൂഹത്തെ വ്യതിരക്തമായി അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുന്നത്, ക്രിസ്തുമസിനൊരുക്കമായി നമ്മുടെ പഴയ വസ്ത്രങ്ങൾ മാറ്റി പുതിയ വസ്ത്രങ്ങൾ ധരിക്കാനാണ് ഈശോ നമ്മളോട് പറയുന്നത്. കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളിന്ന് വായിച്ച് കേൾക്കുക, 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുക എങ്ങനെയാണ്: പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി തന്നെ നിഷ്കാസനം ചെയ്യുവിൻ, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായ പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ഈ പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോട് തന്നെ നിഷ്കാസനം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് സാധനങ്ങൾ വിട്ടുകൊടുക്കാൻ ഭയങ്കര വിഷമമാണ്. നമ്മുടെ മുറികളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലേക്കൊക്കെ നോക്കി അറിയാം, വർഷങ്ങളായിട്ടിരിക്കുന്ന ചില സാധനങ്ങളാണ് നമ്മൾ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല മാസങ്ങളായിട്ട്. പക്ഷേ അതൊക്കെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈശോ നമ്മളോട് ഒന്നാമത് ആവശ്യപ്പെടുന്നത് നമ്മുടെ പഴയ മനുഷ്യനെ വെറുതെ കളഞ്ഞാൽ പോരാ, അവൻ്റെ ചെയ്തികളോടുകൂടി തന്നെ നിഷ്കാസനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടേതായ അടിസ്ഥാനപരമായ ചില സ്വഭാവ പ്രത്യേകതകൾ, ചില ഹാബിറ്റ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. ക്രിസ്തുവിന് ചേരാത്തതും ഒരു ക്രിസ്ത്യാനിക്ക് ചേരാത്തതുമായ ചില ഹാബിറ്റ്സുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം അതുകൊണ്ട് ആ ചെയ്തികളോട് കൂടി തന്നെയാണ് നിഷ്കാസനം ചെയ്യേണ്ടത്. വെറുതെ ഒരു ഉപരിപ്ലവമായ സൂപ്പർഫിഷ്യലായിട്ടുള്ളൊരു ചേഞ്ച് അല്ല കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അടിമുടി മാറ്റാൻ വേണ്ടി നമ്മുടെ എല്ലാ പഴയ വീഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നിഷ്കാസനം ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി നമ്മൾ കൊളോസ്സോസ് ലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായ പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിനെന്ന്. അപ്പം നമ്മൾ പഴയ ചെയ്തികളോടുകൂടി തന്നെ നിഷ്കാസനം ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നടക്കേണ്ട ഒരു കാര്യമാണ് പുതിയ മനുഷ്യനെ ധരിക്കുക. ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് രൂപീകൃതമായ പുതിയ മനുഷ്യനായി തീരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അങ്ങനെ നമ്മൾ മാറുന്നെങ്കിൽ മാത്രമേ ഈ ക്രിസ്തുമസ് നമുക്ക് വളരെ അർത്ഥവത്തായി തീരുന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാ വർഷത്തെയും ക്രിസ്തുമസ് പോലെ നമ്മൾ ചിലർ നോമ്പെടുക്കും, ചിലർ നോമ്പെടുക്കില്ല. ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ കരോൾ പാടുന്നു, ക്രിസ്മസ് പാപ്പ, അങ്ങനെ ആഘോഷങ്ങൾ മാത്രമായി തീരുന്നു. പക്ഷെ നമ്മിലൊരു നവീകരണം നടക്കണമെങ്കിൽ, ക്രിസ്തു പുൽക്കൂട്ടിൽ ജനിച്ചത് എനിക്ക് വേണ്ടിയാണ്, എന്നെ മറ്റൊരു ക്രിസ്തുവാക്കാൻ വേണ്ടിയാണ്, എന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് വീണ്ടും പുനഃപ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ്, എനിക്ക് നഷ്ടപ്പെട്ട ആ ദൈവമകൻ്റെയും ദൈവമകളുടെയും സ്ഥാനം തിരിച്ചു തരാനാണ്. എങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായ പുതിയ മനുഷ്യനെ ധരിക്കുക, ദൈവമകനും ദൈവമകളുമാകുവാനുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ആളുകളുടെ കഠിന ഹൃദയത്തെക്കുറിച്ച് ഈശോ കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട്. നമുക്കൊക്കെ പലപ്പോഴും അങ്ങനെ ഒരു കഠിന ഹൃദയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: അവർ കണ്ണുകൾ കൊണ്ട് കണ്ട്, കാതുകൾ കൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായിരിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അറിയാം, കർത്താവിനെ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ പ്രവേശനം കൊടുക്കാറില്ല. ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേക്കാം, ചില നിയമങ്ങൾ, ചട്ടങ്ങൾ, ചില അനുഷ്ഠാനങ്ങളൊക്കെ ഞാൻ ചെയ്തേക്കാം. പക്ഷേ ചില കാര്യങ്ങളിൽ കർത്താവെ നീ ഇടപെടണ്ട എന്ന് നമ്മൾ കൃത്യമായി കർത്താവിനോട് പറയാറുണ്ട്. പക്ഷേ ഈശോ പറയുന്നത് ഇതാണ്: നമ്മുടെ ഹൃദയം കഠിനമാണോ എന്നുള്ളതാണ്. ഒരു മാറ്റത്തിന് തയ്യാറാകാതെ നമ്മുടെ പഴയ മനുഷ്യരെ തന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന് നമ്മുടെ ഹൃദയത്തിൽ ഇടപെടാൻ
വയ്യാത്ത വിധം ഹൃദയത്തെ നമ്മൾ കഠിനമാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈശോ ഇന്ന് നമ്മളോട് പ്രത്യേകമായിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകമായി നമ്മൾ ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെല്ലാം നമ്മുടെ ചെയ്തികളാണ് കർത്താവിന് എതിരായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറിച്ചു കളയുമ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനെതിരായിട്ടുള്ള ഏറ്റവും ആഴപ്പെട്ട ചില ദുശീലങ്ങൾ നമ്മൾ ഏതൊക്കെയാണ് പറിച്ചു കളയേണ്ടതെന്ന് കൃത്യമായ ബോധ്യം നമുക്ക് വേണം. നമ്മൾ പറിച്ചു കളഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ പുതിയ മനുഷ്യനെ ധരിക്കണം. പുതിയ മനുഷ്യനെ ധരിക്കുന്നില്ലെങ്കിൽ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്ന പോലെ നമ്മുടെ ഹൃദയം വെറുതെ ശൂന്യമാക്കിയിട്ടാൽ നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയ ചെകുത്താൻ തിരിച്ചു വരികയും നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി പഴയതിനേക്കാൾ മോശമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി പുതിയ മനുഷ്യനെ ധരിക്കാൻ നമുക്ക് കടമയും ഉത്തരവാദിത്വമുണ്ട്. അതാണ് ഈ ഒരു ക്രിസ്തുമസ് കാലഘട്ടം നമ്മളോട് പ്രത്യേകമായി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായി ഹൃദയം കഠിനമായി പോയവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഹൃദയം കഠിനമായി പോയ നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും ഈ സമയം നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയും ഹൃദയം കഠിനമാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഉണ്ടെങ്കിൽ അതെല്ലാം മാംസളമായൊരു ഹൃദയം, പുതിയൊരു ഹൃദയം ഞാൻ നിനക്ക് തരും എന്ന് വചനം പറയുന്ന പോലെ ഒരു മാംസളമായൊരു ഹൃദയം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും പുതിയ മനുഷ്യരായി തീരുവാൻ ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ പുൽക്കൂട്ടിൽ ഉണ്ണീശോയുടെ പ്രത്യേക അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൻ്റെ എല്ലാ നന്മകളും മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.